ഒരാഴ്ച കഴിഞ്ഞ എക്സാമാണ്. അപ്പോൾ സ്റ്റഡി ലീവിന് വേണ്ടിയിട്ടൊന്ന് നാട്ടിലോട്ട് വന്നതാണ്. ഹോസ്റ്റലിലിരുന്ന് പഠിക്കാൻ പറ്റിയ ഒരു അന്തരീക്ഷമൊന്നും അല്ലാത്തത് കൊണ്ട് നേരെ ഇങ്ങ് പെട്ടിയും കിടക്കെടുത്ത് നാട്ടിലോട്ട് വന്നു. വീട്ടിലൊന്ന് കഴിക്കുകയും ചെയ്യാം പഠിക്കുകയും ചെയ്യാം എന്നുള്ള രീതിയിൽ വന്നതാണ്. പക്ഷേ ആദ്യത്തെ കാര്യം നന്നായിട്ട് നടക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യത്തിലാണ് കുറച്ച് പ്രശ്നം. ഞാനിപ്പോൾ വീഡിയോ ഇട്ടിട്ട് കുറച്ചധികം ദിവസമായി. ഒന്നുമില്ല, പ്രത്യേകിച്ചൊരു മൂഡൊന്നും ഇല്ലായിരുന്നു വീഡിയോ ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ വീട്ടിൽ വന്നപ്പോഴാണ് കുറച്ച് എനർജി കിട്ടിയത്. അപ്പോൾ പിന്നെ അങ്ങ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. ഇനി അങ്ങോട്ടെന്നും വീഡിയോ ഇടാമെന്നാണ് ആഗ്രഹം. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഓഫ് ആവുന്ന മൂഡായതുകൊണ്ട് അങ്ങോട്ട് വലിയ ഉറപ്പൊന്നും. സ്റ്റഡി ലീവിൻ്റെ പേരിൽ വന്നിട്ട് കുറച്ച് നേരമെങ്കിലും ബുക്ക് തുറന്ന് വെച്ചില്ലെങ്കിൽ മോശമല്ല. അതുകൊണ്ട് ആദ്യത്തെ ഫുഡ് കഴിപ്പൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം ബുക്കൊക്കെ തുറന്ന് പഠിച്ചു കഴിഞ്ഞപ്പോഴേക്കും പിന്നെയും വിശന്നു. അങ്ങനെ ഒരു 10-11 മണിയായപ്പോഴേക്കും നല്ല പഴങ്കഞ്ഞി തലേന്നത്തെ മീൻകറി ഇരിക്കുന്നുണ്ട്. പിന്നെ അതും എടുത്തങ്ങ് കഴിച്ചു. പഴങ്കഞ്ഞിയുടെ പിന്നെ മീൻകറി ഉണ്ടായിരുന്നോളൂ. മീൻ പൊരിച്ചതും തൈരും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നല്ല കിടലായിരുന്നു. പക്ഷേ മീൻകറി കൊണ്ട് ഞാൻ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. രണ്ടാമത്തെ കഴിപ്പും കൂടി കഴിഞ്ഞപ്പോഴേക്കും ഒന്നും കൂടി അങ്ങ് ക്ഷീണം കൂടി. ബുക്കും വെച്ച് കിടന്ന അമ്മ വരുമ്പോൾ പഠിക്കാമെന്നെങ്കിലും പറയാമല്ലോ. അങ്ങനെയാണ് ബുക്കും മണ്ട വെച്ച് കിടക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് എക്സാമിന്റെ കാര്യം ഓർമ്മ വരുമ്പോൾ എണീറ്റിരുന്ന് വീണ്ടും ഒന്ന് വായിച്ചു. അതിൻ്റെ ഇടയിൽ അമ്മ അങ്ങോട്ട് പോകുമ്പോൾ എന്നെ കളിയാക്കൊണ്ട് പോകുന്നതാണ്. 2 മണിക്കൂർ ആലോചിച്ചിട്ടാണ് പഠിക്കാതിരിക്കുന്നത്. അതിൻ്റെ കൂടി ഇതും കൂടി കാണുമ്പോഴേക്കും ഉള്ള മൂടും കൂടി അങ്ങ് പോകും. എനിക്കാണെങ്കിൽ ഉറക്കം വായിച്ച് പഠിക്കാതെ പഠിക്കാൻ പറ്റത്തില്ല. ഹോസ്റ്റലിലാണെങ്കിൽ പിന്നെ ഇതൊന്നും നടക്കത്തില്ല. അതുകൊണ്ടാണ് നേരെ വീട്ടിലോട്ട് വന്നത്. ഹോസ്റ്റലിലാണെങ്കിൽ പിന്നെ ഓരോരുത്തർക്കും ഓരോ ടൈപ്പിലാണ് പഠിക്കാൻ തോന്നുന്നത്. ചിലർക്ക് മനസ്സിൽ വായിക്കാൻ, ചിലർക്ക് ഉറക്കം വായിക്കാൻ. എനിക്കാണെങ്കിൽ അലറി കീറിയാൽ മാത്രമേ തലയിലോട്ട് കയറത്തുള്ളൂ. ഇതിലാണെങ്കിൽ പിന്നെ എത്ര അലറി കയറിയാലും ചോദിക്കാനും പറയാനൊന്നും ആരും പഠിക്കാതിരിക്കാൻ കാരണം ഇപ്പം നടന്ന എനിക്കാണ് അവിടെ അത്തമ്മ ചക്ക വിളിക്കുന്നത് കണ്ടത്. പിന്നെ അതിൽ നിന്ന് നല്ല ചക്ക എടുത്തുകൊണ്ട് വന്നിട്ട് അതും തിന്നുകൊണ്ട് അവിടെ ഇരുന്നു. അത് കഴിഞ്ഞപ്പോൾ അമ്മ അവിടെ ചക്കയൊക്കെ വേവിച്ചിട്ട് നല്ല മുളകൊക്കെ ഉടച്ച് വെച്ചേക്കുന്നു. പിന്നെ അതും കൂടി പോയി അങ്ങ് കഴിച്ചു. ഇതൊന്നും ഞാൻ വിശന്നിട്ട് കഴിക്കുന്നതല്ല, എല്ലാം ആക്രാന്തം കൊണ്ട് കഴിക്കുന്നതാണ്. അതുകൂടി കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ നല്ല ക്ഷീണം വന്നൊന്ന് ഉറങ്ങി എണീക്കാന്ന് വിചാരിച്ചു. ഉറങ്ങി എണീറ്റപ്പോഴേക്കും ഒന്ന് കുളിച്ചിട്ട് ഫ്രഷ് ആയിട്ട് പഠിക്കാതിരിക്കാന്ന് വിചാരിച്ചു. അപ്പോഴാണ് ഞാൻ ഉച്ചയ്ക്ക് ചോറ് കഴിച്ചില്ലെന്നുള്ള കാര്യം ഓർത്തത്. ഞാൻ ചക്ക മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ചോറും കഴിച്ചിട്ടാണ് പഠിക്കാറുണ്ട്. എപ്പോഴും തീറ്റി മാത്രമല്ല, ഇടയ്ക്ക് തന്നെ പഠിക്കാറുണ്ട്. പിന്നെ ആദ്യം പറഞ്ഞ കാര്യമാണ് കൃത്യമായിട്ട് നടക്കുന്നതെന്ന് മാത്രം. ഇടയ്ക്ക് അമ്മ ചായയും പഴം കൂടി കൊണ്ടുവന്നപ്പോൾ അതും കൂടി ഞാൻ കഴിച്ചു. ഇപ്പോൾ സ്റ്റഡി വ്ലോഗിൽ നിന്ന് മാറി ഈറ്റിംഗ് വ്ലോഗിലോട്ട് ആവുന്നൊരു സംശയമില്ലാതെ അത് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ അകത്ത് ഉള്ളിയോടെ കൊണ്ടുവന്നത്. പിന്നെ അതും ചായയും കൂടി എൻ്റെ ഈ തീറ്റി കണ്ടിട്ട് ആരും എന്നെ ജഡ്ജ് ചെയ്യരുത്. എന്നെ പഠിക്കാൻ വിട്ടതിന് ശേഷമാണ് ഞാൻ ഇത്രയും തീറ്റിപ്പണ്ടാറ്. ഞാൻ ഉദ്ദേശിക്കാത്ത രീതിയിലാണ് ഈ വ്ലോഗ് കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓക്കെ, ബൈ.